കണ്ടാലറിയാലോ നമ്മൾ ഇസ ബേബിയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ ഹെയർ എന്താ കാണോന്നുള്ളത് കാണാൻ വന്നിട്ടുള്ളതാണ്. ഈ ഒരു പോയിന്റാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അതാണ് നമ്മൾ കണ്ടത്. കേരള ഭാഗത്ത് വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവം, ചുരൽമല പൊട്ടിയതായ ആ ഒരു സമയത്ത് അപ്പോഴും വർഗീയത പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അന്ന് അത്രയും ആൾക്കാർ അവിടെ എത്തുകയും മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരും അവർ ആ സ്ഥലത്തേക്ക് എത്തുകയും. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, വർഗീയത പറയുന്ന ആൾക്കാരും ബാങ്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും മുസ്ലിമീങ്ങളും ഹൈന്ദവരും തമ്മിൽ അടുപ്പിക്കുന്ന ആൾക്കാരും, അടുപ്പിക്കുന്ന വെച്ചാൽ തല്ലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും കാണാൻ പറ്റിയ ഏറ്റവും അതിമനോഹരമായ സുന്ദരമായ ഒരു വീഡിയോ ആണ് ഇന്നലെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ 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 മനോഹരമായ ഒരു വീഡിയോ ആണ്. ഈ ഒരു കാര്യം ഷെയർ ചെയ്യാതെ പിന്നെ എന്താണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. എന്നിട്ട് ആ വീഡിയോയിലുള്ള ആളാരാണ്, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുസ്ലിമീങ്ങളായ ആൾക്കാരാണോ, അല്ലെങ്കിൽ എന്താണ് സംഭവം തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. എന്താ അള്ള വിളിക്കാൻ സമയമായില്ല. വീടിന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കും. അത് കേൾക്കാൻ വന്നിരിക്കുക കേട്ടോ. അള്ള അള്ള എന്നും പറഞ്ഞ് എന്ത് നൈസ എടി അള്ള ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ട്. എടുത്തു അല്ല എടേ എടാ ആടണ്ടോ? ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാം. അത് കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ പേര്, ഉമ്മാന്റെ പേര്, അല്ലെങ്കിൽ അവരുടെ ചാനൽ എല്ലാം ഞാൻ അവസാന ഭാഗത്ത് പറയാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോൻ്റെ അകത്ത് പറയുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് വളരെയധികം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഹാർട്ട് ടച്ച് ചെയ്യുമെന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. ബാങ്ക് നിരോധിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ കാണേണ്ട വീഡിയോ ആണ്. നല്ല സൗഹൃദത്തോടു കൂടി കഴിയണം എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതിലവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ബാങ്ക് ഓക്കെ. നമ്മൾ ചിന്തിക്കണം, ഈ ഒരു വീഡിയോ വൈറലായ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഉമ്മാൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ വരുന്നതായ കമൻറ്റ്സ് പല വീഡിയോസിലും വരുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ കമൻറ്റ്സിൽ വന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിമാണോ? എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു സ്ത്രീയും ഉമ്മയും ആ ഒരു മോളും മുസ്ലിം അല്ല എന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത വീഡിയോൻ്റെ അകത്ത് ആ ഉമ്മ ഒരു മറുപടി പറയുന്നുണ്ട്. മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നതിന് ഒരു മറുപടിയും കൂടി പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ പിന്നീടും അങ്ങോട്ട് വളരെയധികം സന്തോഷമായി പോയി. ആ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. ഹലോ, നമ്മുടെ ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി എന്താ? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം ഈ വീഡിയോ. ഇതിൻ്റെ അകത്ത് അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു മറുപടി ഉണ്ട്. അറിയണ്ടേ? അപ്പോൾ അതെ, നമ്മൾ അവിടുത്തെ QR കോഡൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ആണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഹാത്തിം തൈൻ്റെ ഖബർ കാണാൻ വന്നിട്ടുള്ളതാണ്. ഇത് ഹാത്തിം തൈൻ്റെ ഖബറാണ്. 1500 കൊല്ലം മുന്നത്തെ ഖബറാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ കാലത്തിന് മുമ്പുള്ള ഖബറാണ്. ഇദ്ദേഹത്തിൻ്റെ ഖബറൊക്കെ കാണുമ്പോൾ അവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതാളുടെ ഭാര്യയുടെ ഖബറാണ്, പിന്നെ മോൻ്റെത് എല്ലാം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റോറികൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിയോടൊരു ബഹുമാനം തോന്നാണ് കേട്ടോ. കാരണം ആളുടെ കുതിരേനെ വരെ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് പാകം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും കേൾക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇത് അവരുടെ വീടായിരുന്നേ. ഇതൊക്കെ കാണാൻ പറ്റിയത് എന്തോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുറേ പേരുടെ സംശയമാണ് ഞാൻ മുസ്ലിം ആണെന്നുള്ളത്. അല്ല കേട്ടോ, നമ്മൾ ഹിന്ദു ആണ്. അതും പോട്ടെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, അത്ര. ഈ ഒരു പോയിന്റാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അതാണ് നമ്മൾ കണ്ടത്. കേരള ഭാഗത്ത് വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവം, ചുരൽമല പൊട്ടിയതായ ആ ഒരു സമയത്ത് അപ്പോഴും വർഗീയത പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് വിചാരിച്ചു കൊണ്ടാണ് അന്ന് അത്രയും ആൾക്കാർ അവിടെ എത്തുകയും
മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തരും എല്ലാവരും അവർ സ്ഥലത്തേക്ക് എത്തുകയും അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് അല്ലേ. എത്ര നല്ല നാടാണ് നമ്മുടെ നാട്. അതിലും ചില പുഴുക്കളൊക്കെ ഉണ്ട്. അവരെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയത പരത്തുന്നതായ, മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നതായ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ കാണേണ്ടതായ അതിമനോഹരമായ വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇവര് കാണുന്ന ഈ ഉമ്മയും കുട്ടിയെ ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ അധികമായിട്ടും എന്ന് വെച്ചാൽ ഇസ്ലാമികപരമായിട്ട് സന്ദർശനം നടത്തുന്ന, ഖബർ സന്ദർശനം നടത്തുകയും സിയാറത്ത് ചെയ്യുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിനെപ്പറ്റി ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ അവർ പഠിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവര് ഹൈന്ദവനായതുകൊണ്ട് ഇസ്ലാമിനെ പറ്റിയിട്ട് പഠിക്കാതെ ഇരിക്കണം അങ്ങനെയുള്ള തിങ്കിങ്ങിൽ ഒന്നും അവരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി ഈ കുട്ടിയുടെ പേരെന്താണെന്നറിയോ? ഇഷ മോൾ എന്നാണ് ഈ ഒരു കുട്ടിയുടെ പേര്. അതേപോലെ ഉമ്മയുടെ പേര് അഞ്ജന എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അഞ്ജന എന്നാണ്. അതേപോലെ ഇവരുടെ ചാനൽ AJ ലൈഫ് എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഇവർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അല്പം ചിന്തിക്കണം. ബോധമുള്ള ആൾക്കാർ അല്പമെങ്കിലും ചിന്തിക്കണം. എന്തിനാണ് വെറുതെ ഈ ഒരു ദുനിയാവിൽ, നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ജീവിതമല്ലല്ലോ, ടെമ്പററി ആയിട്ട് എപ്പോഴാണ് മരണപ്പെടുക? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണപ്പെടും. ഏത് സമയത്താണ് എപ്പോഴാണ് മരണപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു ദിവസത്തിൻ്റെ ദുനിയാവിന് വേണ്ടിയിട്ട് എന്തിനാണ് മറ്റുള്ളവരെ കൊല്ലുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നത്, ഈ ഹൈന്ദവരെ ഇല്ലാതാക്കാൻ നോക്കുന്നതും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പരത്തുന്നത്? ഈ ദുനിയാവിൽ നമുക്ക് കഴിയുന്നത്ര ദിവസം നല്ല സൗഹൃദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നമുക്ക് കഴിയണം. വലിയ പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇവർക്ക് ഒരു ചാനലും കൂടിയുണ്ട്, AJ ലൈഫ് എന്ന് പറയുന്ന. അതിൽ കുറേ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മറ്റുള്ളവർ വിമർശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വേദനയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ഇത്തരത്തിലുള്ള വീഡിയോ ആണ് നമ്മൾ പരത്തേണ്ടത്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അത്രയും നല്ല മനോഹരമായ ഒരു വീഡിയോ ആണ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിച്ചേ. ഇത്രയും നല്ല വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കുക. പിന്നെ ഈ കുട്ടിയുടെ പേര് ഇഷ എന്ന് പറയാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇസ ബേബി എന്ന് ആ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇസ എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക എന്ന വസിയത്തോടു കൂടി ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവർ, അതേപോലെ നമ്മുടെ ചാനൽ വളരെ വേഗത്തിൽ തന്നെ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ 50K അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.